നമുക്ക് ചുറ്റും പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്വഭാവ രീതികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സ്വഭാവ രീതി. ഇത്തരക്കാർക്ക് നോ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നോ പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. സൗണ്ട് കുറച്ചൊക്കെ ആയിരിക്കും പറയുന്നത്, കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ കാര്യം സാധിച്ചിട്ട് അവർ പോയിട്ടുണ്ട്. നമ്മൾ പറയുന്ന പേര് പാസീവ് ബിഹേവിയർ എന്നാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ വളരെ ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും. പലപ്പോഴും ഭരിക്കുന്ന രീതിയിലുള്ള ഒരു നേച്ചറായിരിക്കും അവർക്ക് ഉണ്ടാവുക. വളരെ ഹാർഷായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവരെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് അഗ്രസീവ് ബിഹേവിയർ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെന്നാണ്. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ആൾക്കാരും. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആ 2 ബിഹേവിയർ പാറ്റേണിൻ്റെയും നടുക്ക് വരുന്ന ആൾക്കാരാണ്. അതായത് ഒരുപാട് അഗ്രസീവും അല്ല, അതേസമയം ഒരുപാട് പാസീവ്, അതായത് എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരും അല്ല. ഇതാണ് ശരിക്കും ഐഡിയലായിട്ട് നമ്മൾ പൊസസ് ചെയ്യേണ്ട ഒരു ബിഹേവിയറൽ പാറ്റേൺ. നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയാണ് അസർട്ടീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ബിഹേവിയറൽ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു നോ പറയുന്നതിന് നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് വിഷമിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ അസർട്ടീവ് ബിഹേവിയറൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതിനോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ടും അവരുടെ സ്കിൽസ് ഒക്കെ വളർത്തിക്കൊണ്ട് വരാനായിട്ടും ഇത് ഉപകരിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നത്.